ഇപ്പം തന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ഇപ്പം തന്നെ ഇത് എന്താണെന്നതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ചെയ്യുന്നതുണ്ടല്ലോ. ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരല്ല, നമ്മൾ പോലീസല്ല, നമ്മൾ പട്ടാളമല്ല, നമ്മൾ കോടതിയല്ല, നമുക്കൊരു ലീഗലി ഒരു റൈറ്റ്സ് ഇല്ല. പോയിട്ട് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒരാളെ പിടിച്ചുകൊണ്ട് വരാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നറിഞ്ഞിട്ടും നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ അല്ലെങ്കിൽ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിച്ച്, അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, നിങ്ങളിപ്പോൾ ഇപ്പം തന്നെ ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കണം, ഇപ്പം തന്നെ തൂക്കി കൊന്നേക്കണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല. ഇതൊരു സംഘടനയാണ്. സംഘടന എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സംഘടനയ്ക്ക് അകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഒറ്റയടിക്ക് ഒരാളെ അങ്ങ് കാര്യം എന്താണെന്ന് അന്വേഷിക്കാതെ നമുക്ക് ഒരാളെ വേരോട് അങ്ങ് അറുത്തു മാറ്റാൻ പറ്റുമോ? നമ്മളെപ്പോഴും രണ്ട് ഭാഗം കേൾക്കണം. നമ്മളിപ്പോൾ ഒരു കോടതിയിലൊരു കേസ് വരികയാണ്, ഇപ്പോൾ സുപ്രീം കോടതിയിലാണല്ലോ നമ്മൾ അവസാനം ചെല്ലുന്നത് ഒരു കേസും കൊണ്ട്. അവിടെ ലാസ്റ്റാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കോടതി ഇല്ല, പരമോന്നത അധികാരമാണ് അവിടെ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പോലും വാദിക്കും പ്രതിക്കും അവരുടെ ഭാഗങ്ങൾ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കാൻ ഒരു സംഘടനയ്ക്ക് പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അപ്പം നമ്മളത് കേൾക്കണം. അപ്പോൾ ഒരു മാനുഷിക പരിഗണന നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. അത് കൊടുത്തിട്ട് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ഗ്യാദർ ചെയ്തിട്ട് എന്താണോ അതിൻ്റെ പ്രശ്നം, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എല്ലാവരും കൂടെ വേണം തീരുമാനം എടുക്കാൻ. അല്ലാതെ ഒറ്റൊരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ തീരുമാനം എടുത്താൽ പോലും നമുക്കതൊരു ഒരാളുടെ തൊഴിൽ നിഷേധം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മൗലിക അവകാശ ലംഘനമാണ്. ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാണ് അയാൾക്ക് ജോലി ചെയ്യാന്നുള്ളത്. ഒരാളുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആർക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ മനുഷ്യാവകാശ സംഘടനകളുണ്ട് അല്ലേ? അപ്പോൾ അവർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അപ്പോൾ ഇതെല്ലാം ചെയ്യണമെന്ന് നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾക്കറിയാം എന്ത് തീരുമാനിക്കണമെന്ന്. ആ തീരുമാനം എടുക്കാനുള്ളൊരു സമയം വേണം. ഇവിടെ പല കേസുകളും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടല്ലേ അതിന് തീർപ്പ് വരുന്നത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയിലുള്ള ആൾക്കാർ CBIയിലോ അല്ലെങ്കിൽ SITയിലോ ഒന്നുള്ള ആൾക്കാരൊന്നും അല്ല, സാധാരണ ഇതുപോലത്തെ ആൾക്കാരാണ്. അല്ലെങ്കിൽ ജേർണലിസം പഠിച്ച ആൾക്കാരോ ഒന്നുമല്ല, സാധാരണ നമ്മളിപ്പോൾ ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതൊക്കെ, അല്ലാതെ ഇതിന് ശരിക്കും എങ്ങനെയാണ് ഇതിന് സംസാരിക്കേണ്ടതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ സാധാരണ ഇപ്പം നമ്മുടെ അയൽപക്കത്തൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കും? അതുപോലെ തന്നെയല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ രീതിയിൽ നമ്മൾ എല്ലാവരും കൂടെ കൂട്ടമായ ഒരു തീരുമാനം എടുക്കണം. അതിനൊരു സമയം വേണം. ആ തീരുമാനം എടുക്കണം. രണ്ട് ഭാഗത്തും ന്യായം എന്താണ് എന്ന് പരിശോധിക്കണം. സത്യത്തിൻ്റെ കൂടെ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന കാര്യം, നമ്മൾ സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും. അമ്മ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ കുറ്റം പറയുന്ന ആർക്ക് വേണമെങ്കിലും കുറ്റം പറയാം. നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും വായ അടച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ.